ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ചെറിയൊരു പെരുന്നാൾ ഷോപ്പിങ്ങിന് പോകാനായിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ ഞാനും മോനും മാത്രമേ പോകുന്നുള്ളൂ. മോളെ കൊണ്ടുപോകുന്നില്ല. അതിൻ്റെ ഒരു ഇതിലാണ് അവൾ ഇരിക്കുന്നത്. അവളെടുത്ത് പറഞ്ഞേക്കുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ പറഞ്ഞാണ് പോയേക്കുന്നത്. കാരണം അവളെ കൊണ്ടുപോയാൽ ശരിയാവത്തില്ല. അവളെ കൊണ്ടുപോയി ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഷോപ്പിൽ ചെന്ന് അവർ അടുക്കി വെച്ചേക്കുന്ന സാധനം കൊണ്ടെങ്കിൽ ഇവൾ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് വലിച്ചെടുക്കും. അതെല്ലാം കൂടെ ഒന്ന് തറയിൽ വീഴും. ഞാൻ പിന്നെ നുള്ളിൽ പറക്കി കൊടുക്കണം. സൂപ്പർ മാർക്കറ്റിൽ പോയാൽ അതിനപ്പുറം അവൾ കാണിക്കുന്നത്. അതുകൊണ്ട് അവളെ കൊണ്ടുപോകുന്നില്ല. പിന്നെ ചെറിയൊരു മഴയുണ്ട്. അതുകൊണ്ട് ഞാനും മോനും കൂടെ മാത്രമായിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങുക. അവന് മോക്ക് ഡ്രസ്സ് ആൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മോന് മാത്രം എടുത്താൽ മതി. അതുകൊണ്ട് അവനും ഞാനും കൂടെ സ്കൂട്ടിയിൽ അങ്ങനെ പോവുക. നമ്മൾ പോണത് കടയ്ക്ക് അറ്റ്ലസിലാണ്. അവിടെ തുണി എടുക്കാനേ പോകത്തുള്ളൂ. അവൻ എന്ന് കൂടെ വന്നാലും അവിടെ എടുക്കത്തുള്ളൂ. അവൻ അവിടുത്തെ ഡ്രസ്സ് മാത്രമേ സെലക്ട് ചെയ്ത് ഇഷ്ടപ്പെടത്തുള്ളൂ. വേറെ ഒരു കടയിൽ കയറിയാലും അവൻ ഏതെങ്കിലും കടയിൽ ഇടയ്ക്ക് നമ്മളൊന്ന് കയറി നോക്കിയാലും അവനത് ഇഷ്ടപ്പെടത്തില്ല. അറ്റ്ലസിൽ പോകാം. അങ്ങനെ അവിടെ പോയി അവിടുന്ന് ഡ്രസ്സും എല്ലാം എടുത്ത് പിന്നെ ബാഗൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇറങ്ങി ബില്ലും അടിച്ച്. അപ്പോൾ ഇടയ്ക്ക് നല്ല മഴ പെയ്തു. ബില്ലും അടിച്ച് ഇറങ്ങിയിട്ട് കൂപ്പൺ പൂരിപ്പിച്ചിട്ടുണ്ടെന്നപ്പോഴത്തേക്ക് എൻ്റെ മച്ചാര വൈഫ് അങ്ങനെ വരുന്ന റിൻസ അങ്ങനെ വന്ന് അവരും ഡ്രസ്സ് എടുക്കാൻ കയറി. ഞങ്ങൾ അതിനിടയ്ക്ക് അവിടെ പോസ്റ്റായി. അവിടെ നല്ല മഴയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ കടയ്ക്ക് പള്ളിയമ്പലം ജ്വല്ലറി കയറി. എന്ന് വെച്ചാൽ മോക്കുള്ള കമ്മൽ ഒടിഞ്ഞു പോയി. അങ്ങനെ അതൊന്ന് മാറ്റി വാങ്ങിക്കാനായിട്ട് അവിടെ കയറി. അവിടെയൊക്കെ നല്ല മഴ. അവിടെ കയറി. അത് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഫൗസിയിൽ കയറി. അവിടെ കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അവിടെയും കയറി. അതിനിടയ്ക്ക് ഞങ്ങൾ പിന്നെ ചിക്കൻ വാങ്ങിക്കാനായിട്ട് അവിടെ ഒരു കടയിലും കയറി ചിക്കനും വാങ്ങിച്ചിട്ട് ഞങ്ങളങ്ങനെ വീട്ടിലോട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. എത്രയും പെട്ടെന്ന് ഇനി അടുത്ത മഴയ്ക്ക് മുമ്പ് വീടെത്തണം. നനഞ്ഞ് ആണ് പോണത്. അടുത്ത മഴയ്ക്ക് മുമ്പ് വീടെത്തണം. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീടെത്തിയപ്പോഴത്തേക്ക് എനിക്ക് അവിടെ വീടിനകം പെരുന്നാളില്ലേ അപ്പോൾ ഫുള്ളും തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കാണെങ്കിൽ കൈ ഭയങ്കര കഴപ്പ്. അങ്ങനെ അവനോടൊന്ന് തുടയ്ക്കാൻ പറഞ്ഞപ്പോൾ അവൻ തുടയ്ക്കുന്ന ഡാൻസ് കളിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇനി ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.